ഓൾ നമ്മൾ ഇന്ന് എക്സാമിൻ്റെ റിവിഷനാണ്. ഇന്ന് നമ്മൾ ബാലൻസ് ഷീറ്റാണ് നോക്കാൻ പോണത്. എല്ലാവരും എക്സാമിന് പോണേക്കാൾ മുമ്പ് ഒന്ന് നോക്കിയിട്ട് പോക്കുള്ളൂ. ബാലൻസ് ഷീറ്റിൽ നമ്മൾ വെർട്ടിക്കലി ആയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിൽ ടോപ്പിൽ ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റീസ്, അതായത് ലൈബിലിറ്റി ഉണ്ട്, അതിൻ്റെ ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റീസിൻ്റെ അണ്ടറിൽ അസറ്റും വരുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ കണ്ടിജൻ്റ് ലൈബിലിറ്റി എന്ന് പറഞ്ഞൊരു പോർഷനും കൂടി ചെയ്താൽ ഇത്ര ഉള്ളൂ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ്. ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റി, ക്യാപിറ്റൽ ഷെഡ്യൂൾ നമ്പർ 1, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഷെഡ്യൂൾ നമ്പർ 2, ഡെപ്പോസിറ്റ് ഷെഡ്യൂൾ നമ്പർ 3, ബോറോയിങ്സ് ഷെഡ്യൂൾ നമ്പർ 4, അതർ ലൈബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻ ഷെഡ്യൂൾ നമ്പർ 5. അതായത് ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റി ആണ് ഫുള്ളായിട്ട് എഴുതേണ്ടത്. അത് ക്യാപിറ്റൽ ആൻഡ് ലൈബിലിറ്റി കഴിഞ്ഞാൽ അത് നമ്മൾ ടോട്ടൽ ചെയ്യണം. നെക്സ്റ്റ് അസറ്റ് സൈഡാണ്. ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI, ബാലൻസസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് ഔട്ടീസ് ഷെഡ്യൂൾ നമ്പർ 7, ഇൻവെസ്റ്റ്മെൻറ്റ് ഷെഡ്യൂൾ നമ്പർ 8, ഫിക്സഡ് അസറ്റ് 9, അതർ അസറ്റ് 11, കണ്ടിജൻറ്റ് ലൈബിലിറ്റി 12. ഇങ്ങനെയായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. നമ്മളിനി ഓൾറെഡി പഠിച്ചിരുന്നു ഷെഡ്യൂൾ നമ്പർ 1 എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഈ എല്ലാ ഷെഡ്യൂളുകളും നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതിലെ എമൗണ്ടിൻ്റെ കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. നമുക്ക് ആദ്യം ഷെഡ്യൂൾ നമ്പർ 1 എന്താണെന്ന് നോക്കാം. ഷെഡ്യൂൾ നമ്പർ 1 ഐറ്റംസ് ഒന്ന് റിവൈസ് ചെയ്യാം. ഷെഡ്യൂൾ നമ്പർ 1 ആണിത്. ഷെഡ്യൂൾ നമ്പർ 1 ക്യാപിറ്റൽ, അതിൽ 2 സെക്ഷനായിട്ട് തന്നേക്കണേ. ഫോർ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഫോർ ബാങ്ക്സ് ഇൻകോപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ആ എമൗണ്ടുകൾ എഴുതി നമ്മൾ ടോട്ടൽ ചെയ്യുക. പിന്നെ നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി എമൗണ്ട് കണ്ട് അത് ടോട്ടൽ ചെയ്തിടുക. ഇതാണ് ക്യാപിറ്റലിൻ്റെ പോർഷൻ. നെക്സ്റ്റ് വരുന്നത് റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവുകൾ, നമ്മുടെ മൊത്തം റിസർവുകൾ, അതായത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, ക്യാപിറ്റൽ റിസർവ്, ഷെയർ പ്രീമിയം, റവന്യൂ ആൻഡ് അതർ റിസർവ്സ്, ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ബാലൻസും ഷെഡ്യൂൾ നമ്പർ 2 എൻ്റർ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ എല്ലാ റിസർവുകളും ഷെഡ്യൂൾ നമ്പർ 2 നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്പർ 3 ഡെപ്പോസിറ്റുകളാണ്. ഡെപ്പോസിറ്റ് നമുക്കറിയാം ഏതൊക്കെയാണ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ്, സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റ്, ടേം ഡെപ്പോസിറ്റ്, പിന്നെ ഡെപ്പോസിറ്റ് ഓഫ് ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ, ഡെപ്പോസിറ്റ് ഓഫ് ബ്രാഞ്ചസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഡെപ്പോസിറ്റിൻ്റെ എല്ലാ ഐറ്റംസും വന്നത് ഡെപ്പോസിറ്റിൻ്റെ അണ്ടറിലാണ്. നെക്സ്റ്റ് വന്നത് ബോറോയിങ്സ്. ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. ബോറോയിങ്സിൻ്റെ ഷെഡ്യൂൾ നമ്പർ 4 അണ്ടറിൽ ബോറോയിങ്സ് ഇൻ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ ബോറോയിങ്സ്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കടം വാങ്ങിയോ, അല്ലെങ്കിൽ അതർ ബാങ്കിൽ നിന്ന്, അല്ലെങ്കിൽ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ്, ഇതിൽ നിന്നൊക്കെ ബോറോ ചെയ്തിട്ടുള്ള എമൗണ്ട് എഴുതാം. അതുപോലെ തന്നെ ബോറോയിങ്സ് ഔട്ട്സൈഡ് ഇന്ത്യ, പുറത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും ബോറോയിങ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കൂടി ചെയ്ത് ടോട്ടൽ കണ്ട് നമുക്ക് ഷെഡ്യൂൾ നമ്പർ 4 ബോറോയിങ്സ് കിട്ടും. നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്പർ 5 ആണ്. നമുക്കറിയാം ബിൽസ് പേ ചെയ്യാനുള്ളത് എന്താ, ലൈബിലിറ്റി ആണ്. അതുപോലെ തന്നെ ഇൻ്റർ ബാങ്ക് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് അക്രൂഡ്, അതേഴ്സ്, ഈ എല്ലാ ഐറ്റംസ് കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഷെഡ്യൂൾ നമ്പർ 5 കിട്ടും. ഷെഡ്യൂൾ നമ്പർ 5ൻ്റെ ടോട്ടൽ കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 6 ആണ്. ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI. അതിൽ വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, അവരുടെ കയ്യിലുള്ള ക്യാഷ്, ബാലൻസസ് വിത്ത് RBIയിലുള്ള എമൗണ്ടുകൾ, കറണ്ട് അക്കൗണ്ടായിട്ടോ അല്ലെങ്കിൽ അതർ അക്കൗണ്ടായിട്ട് RBIയുടെ എമൗണ്ട്, ഇത്രയാണ് ഷെഡ്യൂൾ നമ്പർ 6 ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഷെഡ്യൂൾ നമ്പർ 7 ബാങ്ക്സ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ഫസ്റ്റിൽ വരുന്നത് ഇൻ ഇന്ത്യ, ബാലൻസസ് വിത്ത് ബാങ്കിൻ്റെ ബാലൻസുകൾ, അതായത് കറണ്ട് അക്കൗണ്ടിലും അതർ ഡെപ്പോസിറ്റ് അക്കൗണ്ടിലുള്ള ബാലൻസസ്, അതുപോലെ തന്നെ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. പിന്നെ അത് ഇൻസൈഡ് ഇന്ത്യ, ഇനി ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ കറണ്ട് അക്കൗണ്ട്, ഇൻ അതർ ഡെപ്പോസിറ്റ് അക്കൗണ്ട്, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ഇത്രയാണ് നമ്മുടെ ഷെഡ്യൂൾ നമ്പർ 7 ബാലൻസസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസിൽ വരുന്നത്. നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്പർ 8 ആണ്. 8 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൽ 2 ടൈപ്പുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിൽ വരുമ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റി, അതർ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ്,
സബ്സിഡറീസ് അതേഴ്സ്. ഇത്ര ഐറ്റംസാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യയിൽ വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇൻ ഇന്ത്യയിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, സബ്സിഡറീസ്, അതർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്ര ഐറ്റംസാണ് ഷെഡ്യൂൾ നമ്പർ 8 വരുന്നത്. നമ്മളത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യയും ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയും കൂടി ആഡ് ചെയ്തിട്ട് ഗ്രാൻഡ് ടോട്ടൽ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് വരുന്നത് അഡ്വാൻസസിൽ ബിൽസ് പർച്ചേസ്ഡ് ആൻഡ് ഡിസ്കൗണ്ടഡ്, ക്യാഷ് ക്രെഡിറ്റ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ്, ടേം ലോൺസ്, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് സെക്യൂരിറ്റി ബൈ ടാഞ്ചിബിൾ അസറ്റ് കവേർഡ് ബൈ ബാങ്ക്, ഗവൺമെൻറ്, അൺസെക്യൂർഡ്, അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് അഡ്വാൻസസ് ഇൻ ഇന്ത്യ, പ്രയോറിറ്റി സെക്ടറിൽ, പബ്ലിക് സെക്ടറിൽ, ബാങ്ക്സ്, അതേഴ്സ്, ഇത്രയും കണ്ടുപിടിച്ച് നമ്മൾ അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ആ എമൗണ്ട് നമ്മൾ എവിടേക്ക് എഴുതണ്ടേ? ബാലൻസ് ഷീറ്റിലേക്ക്. നെക്സ്റ്റ് ഷെഡ്യൂൾ നമ്പർ 10 ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ഏതൊക്കെ വരാം? പ്രിമിസസും അതർ ഫിക്സഡ് അസറ്റ് ഇൻക്ലൂഡിങ് ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ്. പ്രിമിസസിൽ അറ്റ് കോസ്റ്റ് ഓൺ 31 മാർച്ചിലുള്ള എമൗണ്ട്, അഡീഷൻസ്, ഡിഡക്ഷൻസ്, ഡിപ്രീസിയേഷൻ, ഇത്ര എമൗണ്ടുകൾ എഴുതിയിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഷെഡ്യൂൾ നമ്പർ 10 എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിലേക്ക് ആ എമൗണ്ട് എഴുതാം. പിന്നെ ഷെഡ്യൂൾ നമ്പർ 11 അതർ അസറ്റ്, അതായത് ഇൻ്റർ ബാങ്ക് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് അക്രൂഡ്, ടാക്സ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, സ്റ്റേഷനറി ആൻഡ് സ്റ്റാമ്പ്സ്, നോൺ ബാങ്കിങ് അസറ്റ് അക്വേർഡ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ക്ലെയിംസ്, ഇത്ര ഐറ്റംസ് കണ്ടുപിടിച്ച് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് കണ്ടിജൻറ്റ് ലൈബിലിറ്റി നമ്മൾ അറിയാം, നമ്മുടെ അസറ്റും ലൈബിലിറ്റിയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോർഷനിലാണ് കണ്ടിജൻറ്റ് ലൈബിലിറ്റി ഷെഡ്യൂൾ നമ്പർ 12 എന്ന് പറഞ്ഞ് എഴുതുന്നത്. അതിൽ ക്ലെയിംസ് എഗെയിൻസ്റ്റ് ദ ബാങ്ക്സ് നോട്ട് അക്നോളജ്ഡ് ആസ് ഡെപ്റ്റ്, അതുപോലെ ലൈബിലിറ്റി ഫോർ പാർട്ടി പെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ലൈബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർവേഡ് എക്സ്ചേഞ്ച് കോൺട്രാക്ട്, guarantee on behalf of contingencies in India, outside India, acceptance, endorsement, other items for which the bank contingently liable. ഇത്ര ഐറ്റംസ് കണ്ടുപിടിച്ച് നമ്മൾ ഷെഡ്യൂൾ നമ്പർ 12ൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ച് അത് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതണം. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ 12 ഷെഡ്യൂൾസാണ് ഇൻക്ലൂഡ് ചെയ്തേക്കണേ. ഇത് വെർട്ടിക്കലി ആയിട്ടാണ് ഈ എമൗണ്ടിൻ്റെ കോളം നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അസറ്റും ലൈബിലിറ്റിയും ഈക്വൽ ആയിട്ട് വരണം. അതുപോലെ കണ്ടിജൻറ്റ് ലൈബിലിറ്റി 12 എന്ന് പറഞ്ഞിട്ട് കണ്ടിജൻറ്റ് ലൈബിലിറ്റി എത്ര എമൗണ്ട് എന്ന് വെച്ചാൽ അത് അസറ്റ് ലൈബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യാണ്ട് ഏറ്റവും ലാസ്റ്റ് ഒരു ഐറ്റം പോലെ നമ്മൾ എൻ്റർ ചെയ്യണം. ക്ലിയർ ആയില്ലേ? ഇത് നമ്മൾ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് കണ്ടു നോക്കട്ടോ. ഓക്കെ, താങ്ക് യു.